ഞാൻ അനൂരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഇടയ്ക്കായിട്ട് കേൾക്കുന്നുണ്ടല്ലേ, ബാങ്ക് ഉദ്യോഗസ്ഥ ഓഫീസിൽ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ കോർപ്പറേറ്റ് മേഖലയിലെ ജോലി എന്നത് അതീവമായിട്ടുള്ള സമ്മർദ്ദം നിറഞ്ഞ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബാങ്കുകളിലും ചില CBSE സ്കൂളുകളിലെ ടീച്ചർമാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിലെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും നേരിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് എവിടെ നോക്കിയാലും ഇതേ സാഹചര്യം തന്നെയാണ്. കോർപ്പറേറ്റ് മേഖലകളിൽ എല്ലായിടത്തും സമ്മർദ്ദങ്ങളും പ്രഷറും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് പലപ്പോഴും അവർ പുറത്തുള്ള രാജ്യങ്ങളിൽ അവരെ തന്നെ പല തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റുകൾക്ക് വേണ്ടി സമയവും കണ്ടെത്താനും ഒക്കെ സമയം കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖലകളിലും പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ശമ്പളം കൂടുന്തോറും നമ്മൾക്ക് കിട്ടുന്ന സാലറി കൂടുന്തോറും ജോലിയിലുള്ള ഭാരവും അതുപോലെ സമ്മർദ്ദവും വളരെ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് കൂടുതൽ സാലറി തന്നിട്ടുണ്ടെങ്കിൽ എത്രയും കൂടുതൽ നമ്മളെ കൊണ്ട് അവർ പണിയെടുപ്പിക്കാവോ അത്രയും കൂടുതൽ പണിയെടുപ്പിക്കും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നേരിടുക എന്നതൊരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ സ്കില്ല് എനിക്ക് പറ്റുന്നില്ല, സമ്മർദ്ദവും ആൻസൈറ്റിയും അതുപോലെ ഹരാസ്മെൻറ്റും ഒക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് ജോലി തുടരാതിരിക്കുക. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സമ്മർദ്ദങ്ങൾ നമ്മൾക്ക് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാധിക്കുമ്പോൾ, ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഈ പ്രഷർ അത് പതുക്കെ നമുക്ക് ലൈഫ് ലോങ് ഡിസീസുകളിലേക്കും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആൻസൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ എന്നിവയിലേക്കൊക്കെ വഴിതെളിക്കുന്നു. ഇപ്പോൾ ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു, വിശപ്പില്ലായ്മ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു കാര്യത്തിൽ നമുക്കൊരു ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിറ്റേ ദിവസം നമ്മൾ ഓഫീസിലേക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, സൺഡേ ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോയിൽ പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകണം അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണം എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ്, ആൻസൈറ്റിയൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് വളരെയേറെ ദോഷം ചെയ്യും. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളെ നേരിടുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറുക. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ ഇന്ന് ഇത്രയും സാലറിയൊക്കെ മേടിച്ച് ഇത്രയും സമ്മർദ്ദങ്ങളിലൊക്കെ ജോലി ചെയ്ത് നാളെ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരും അല്ലേ, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. 2 ദിവസത്തേക്ക് കൈകൂപ്പും പ്രണാമവും പ്രാർത്ഥനകളൊക്കെ കാണും. അതിനുശേഷം 3-ാമത്തെ ദിവസം നമ്മളുടെ സ്ഥാനത്ത് വേറൊരാൾ വന്ന് ഇതേ ജോലി ഭംഗിയായിട്ട് ചെയ്യും. അപ്പം നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും കുറച്ച് സാലറി കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കാനായിട്ട് തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മാനസിക സന്തോഷവും നോക്കിയിട്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. നമ്മളില്ലെങ്കിലും കമ്പനിക്കും സ്കൂളിലൊക്കെ വേറെ ആളുകളെ കിട്ടിക്കോളും. പക്ഷേ നമ്മളില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സ്ട്രെസ്സൊക്കെ കൂടി ഒരു സ്ട്രോക്ക് വന്ന് കിടന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ജോലി വേണം, സാലറി വേണം, അല്ലെങ്കിൽ ലോൺ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നും പറഞ്ഞ് ചത്ത് പണിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ നമ്മൾ വളർത്തിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റി വയ്ക്കുക. ഇപ്പോൾ പറയാറുണ്ടല്ലോ, ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ ആൻഡ് എക്സസൈസ് വെൽ എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. ചില ആളുകളുണ്ട്, ജോലി കൂടുമ്പോൾ തീരെ ഭക്ഷണം ഒഴിവാക്കി പൂർണ്ണമായിട്ട് അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെക്കും. അത് പിന്നീട് പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ശരീരത്തിനും മനസ്സിനും ഒക്കെ വളരെ പ്രശ്നങ്ങളുണ്ടായി അസുഖത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബവും നമ്മളുമാണ്. അത് ആലോചിക്കുക. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ലപോലെ 8 മണിക്കൂർ നേരമെങ്കിലും ഉറങ്ങുക.
അതിനുശേഷം നല്ലപോലെ എക്സസൈസ് ചെയ്യുക. നമ്മളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ദിവസവും കുറച്ച് സമയം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമേ ഇല്ലല്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് ഓടുന്നു, അവിടുത്തെ പ്രഷർ മുഴുവൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് മേലധികാരികൾക്ക് ഇഷ്ടം കൂടി ഇല്ലെങ്കിൽ നമ്മൾ ഹരാസ്മെൻറ്റ് ചെയ്യും, ഉറപ്പല്ലേ. അത് നേരിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ ഭാരവും കൊണ്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലെ കറക്റ്റായിട്ട് ജോലി ചെയ്യാനും സാധിക്കുന്നില്ല, ഓഫീസിലെ പ്രശ്നങ്ങൾ വേറെയും. അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വെച്ചിട്ട് പോരുക, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ വെച്ചിട്ടും പോവുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സമയമെടുക്കുക. ലീവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, ലീവുകളെല്ലാം എടുത്ത് തീർക്കുക. എന്നിട്ട് മാക്സിമം നമ്മൾക്ക് സന്തോഷം, എവിടെയെങ്കിലും യാത്ര പോവുകയോ അല്ലെങ്കിൽ കുറച്ച് ഒരു ദിവസം തന്നെ വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്യുകയോ പാട്ട് കേൾക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ സിനിമയ്ക്ക് പോവുകയോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവാക്കുക. അപ്പം പുറം രാജ്യങ്ങളിലുള്ളവർക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസം ലീവുണ്ട്. തീർച്ചയായിട്ടും അതെടുത്തിരിക്കണം. എന്നിട്ട് അതിനോടൊപ്പം നമുക്ക് ലീവ് സാലറിയും തരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന ആ പ്രഷർ മാറി നമ്മളൊന്ന് കുറച്ചുകൂടെ റിലാക്സ് ആകാനും. അവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പുറത്തുനിന്ന് വന്നവർ എപ്പോഴും ഇവിടെ വന്നിട്ട് പല പല സ്ഥലങ്ങളിൽ പോകുന്നു, ബന്ധുക്കളെ കാണുന്നു, ഓടി നടക്കുന്നു ഒക്കെ ചെയ്യാറുണ്ടല്ലേ. അത് കഴിഞ്ഞ് അവരവിടെ ചെല്ലുമ്പോൾ ഇത്രയും നാൾ ചെയ്തിരുന്ന പ്രഷറും ടെൻഷനും ഒക്കെ ഒരു പരിധിവരെ മാറും. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഒരു വർഷം മുഴുവൻ വർക്ക് ചെയ്യാവും, 365 ദിവസം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയല്ല വേണ്ടത്. നമ്മളെ റിഫ്രഷ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക, യാത്രകൾ പോവുക, നല്ല മ്യൂസിക്കും പാട്ടും ഒക്കെ കേൾക്കുക. ദിവസവും ഒരു 45 മിനിറ്റ്സ് എങ്കിലും നമ്മളെ റിഫ്രഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നമ്മളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. പിന്നെ ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 8 മണിക്കൂർ നേരമെങ്കിലും ഉറങ്ങുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നോ പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂല്യം തരാത്തടത്തും നമ്മുടെ വർക്കിന് മൂല്യം തരാത്തടത്തും നമ്മളെ എപ്പോഴും ഹരാസ്മെൻറ്റ് ചെയ്യുകയും നമ്മളെ ഇത് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യാൻ നിൽക്കരുത്. അത് നമുക്ക് വളരെയേറെ സ്ട്രെസ് ആൻസൈറ്റിയും കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പല ടീച്ചേഴ്സ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ബോധം കെട്ട് വീഴുന്നു, സ്ട്രോക്ക് വരുന്നു. അങ്ങനെയുള്ള എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾക്കിപ്പം ഇന്ന് കമ്പനി ജോലി നമുക്ക് പോയാലും നാളെ നമ്മളെ സംബന്ധിച്ച് കുറച്ച് ശമ്പളം കുറഞ്ഞതാണെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ജോലി ചെയ്യുക, നമ്മളെ അംഗീകരിക്കുന്നിടത്ത് ജോലി ചെയ്യുക. അല്ലാതെ നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്മർദ്ദം കൂടും, സ്ട്രെസ്സ്, ആൻസൈറ്റി, അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങളിലേക്കും വഴിമാറും. നമ്മളില്ലെങ്കിലും അവിടെ അവർക്ക് വേറെ ജോലിക്കാരെ കിട്ടിക്കോളും, നമ്മുടെ സ്ഥാനത്ത് വേറെ ഒരാൾ വന്നോളും. പക്ഷെ നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് വേറെ ആരും ഉണ്ടാകില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുക, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, 8 മണിക്കൂർ നേരമെങ്കിലും ഉറങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് നമ്മുടെ മനസ്സിന് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതും കൊണ്ടും പറ്റുന്നില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവുക. അല്ലാതെ അവിടെ നിന്നിട്ട് ആത്മഹത്യ ഒന്നിനും ഒരു ഫോം വഴിയല്ല. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് മാറുക, സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.